അതായത് വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ എന്നതിനപ്പുറത്തേക്ക് വി അബ്ദുൽ ഗഫൂറിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണ്? 2021 തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഉരുക്കുകോട്ടയായിട്ടുള്ള കളമശ്ശേരിയിൽ പരാജയപ്പെട്ട ഒരാൾക്ക് 2026 എന്തടിസ്ഥാനത്തിലാണ് കളമശ്ശേരിയിൽ തന്നെ വീണ്ടും സീറ്റ് ലഭിച്ചത്? അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് വൃത്തിയും ഭംഗിയുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഫിഷറീസ് വകുപ്പിനെ കുറിച്ച് ഇദ്ദേഹത്തിനൊരു ധാരണയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട് തീരത്ത് നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട് സർക്കാരിന്റെ പെർമിഷന്റെ ആവശ്യമുണ്ട്. 11 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇന്നാണ് ആ പെർമിഷന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ കൊടുക്കുന്നത്. അടിയന്തര സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് പട്ടപട്ടായ എന്ന് ചെയ്യേണ്ട കാര്യങ്ങളെയാണ് ഇങ്ങനെ ഡിലേ ചെയ്യിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ഈ മന്ത്രിസഭയിലെ ഒരംഗമായിട്ടുള്ള ഷിബു ബേബി ജോൺ തന്നെ പറഞ്ഞു, പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു. നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളിയെ കാണാതെ ഇത് 11ാം ദിവസമാണ് മന്ത്രി ഒരു ഔദ്യോഗിക സന്ദർശനം മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് ആ പ്രദേശത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഫിഷറീസ് മന്ത്രിയും കൂടെ ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയും ഇൻസെന്റ് MLA ഉണ്ട്. 11 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസം മുന്നാണ് മന്ത്രിയുടേതായിട്ട് വി അബ്ദുൽ ഗഫൂർ മന്ത്രിയുടേതായിട്ട് അവസാന ഒരു പ്രതികരണം വന്നത്. മന്ത്രി സ്ഥലത്ത് ചെല്ലുന്നതിലല്ല കാര്യം, പരിശോധന നടക്കുക എന്നുള്ളതിലാണ്. പക്ഷെ നമുക്കറിയാം മന്ത്രി സ്ഥലത്ത് ചെല്ലുന്നതിൽ കാര്യമുണ്ട് എന്നതിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയത്. മുൻ സർക്കാരിന്റെ എല്ലാ കുറവുകളും പരിഹരിക്കും എന്നൊരു വാഗ്ദാനമെല്ലാം അന്നുണ്ടായിരുന്നു. പിന്നീട് നടന്നതെല്ലാം നമുക്കറിയാം. ഫിഷറീസ് മന്ത്രിയിൽ നിന്ന് കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു സമീപനം ജനങ്ങൾ അർഹിക്കുന്നില്ല ശരിക്കും. അതായത് വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ എന്നതിനപ്പുറത്തേക്ക് വി അബ്ദുൽ ഗഫൂറിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണ്? വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ ആണ് എന്നതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യവും വി അബ്ദുൽ ഗഫൂറിനില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ടും വി അബ്ദുൽ ഗഫൂർ എങ്ങനെ കേരളത്തിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആയി എന്നുള്ള കാര്യം മുസ്ലിം ലീഗാണ് കേരളത്തോട് പറയേണ്ടത്. ഇപ്പോൾ മധ്യ കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിനൊരു മന്ത്രി എന്ന രീതിയിലൊക്കെ ഒരു പക്ഷെ പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞ് ന്യായീകരിച്ച് പോകുന്നതിന് മുമ്പും വിശദീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഉരുക്കുകോട്ടയായിട്ടുള്ള കളമശ്ശേരിയിൽ പരാജയപ്പെട്ട ഒരാൾക്ക് 2026 എന്തടിസ്ഥാനത്തിലാണ് കളമശ്ശേരിയിൽ തന്നെ വീണ്ടും സീറ്റ് ലഭിച്ചത്? മുസ്ലിം ലീഗ് ഇതിനൊക്കെ ആൻസർ ചെയ്യേണ്ട ചില ഉത്തരങ്ങളാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബും വി കെ ഇബ്രാഹിം കുഞ്ഞും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഈ അഭേദ്യമായ ബന്ധത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് ഈ വി അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ആൾക്ക് കളമശ്ശേരി സീറ്റ് ലഭിച്ചത്. ഇദ്ദേഹത്തിന് ഒരു പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് ലഭിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, വി കെ ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് ഈ പറഞ്ഞ വി അബ്ദുൽ ഗഫൂറാണ്. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് വൃത്തിയും ഭംഗിയുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഫിഷറീസ് വകുപ്പിനെ കുറിച്ച് ഇദ്ദേഹത്തിനൊരു ധാരണയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഇദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, ഒരു പ്രവൃത്തി പരിചയം എന്താണ് എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് ഇവർക്ക് പേഴ്സണൽ സ്റ്റാഫ് ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ ഇവരുടെ സ്റ്റാഫിലുള്ള മറ്റാളുകളായിക്കോട്ടെ, ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തിട്ടല്ലേ? അപ്പോൾ എഫിഷ്യന്റ് ആയിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫ് ഈ മന്ത്രിയുടെ കൂടെ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. തമിഴ്നാട് തീരത്ത് നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട് സർക്കാരിന്റെ പെർമിഷന്റെ ആവശ്യമുണ്ട്. 11 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇന്നാണ് ആ പെർമിഷന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ കൊടുക്കുന്നത്. അടിയന്തര സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് പട്ടപട്ടായ എന്ന് ചെയ്യേണ്ട കാര്യങ്ങളെയാണ് ഇങ്ങനെ ഡിലേ ചെയ്യിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ഭയത്തോടു കൂടിയാണ് ഈ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന മന്ത്രി ഇന്ന് ആ കടപ്പുറത്ത് പോയിട്ടുള്ളത്. അതായത് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയുടെ ഒരു ധൈര്യം, ബലം, അതുകൊണ്ട് മാത്രമാണ് പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, അതിനുശേഷം ആരോഗ്യമന്ത്രിയായിട്ടുള്ള ശ്രീ കെ മുരളീധരന്റെ പ്രസ്താവന, ഇതൊക്കെ അവരുടെ മനസ്സിലേൽപ്പിച്ചിട്ടുള്ള മുറിവ്. 2018 പ്രളയ സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികളല്ലേ കേരളത്തെ കരകയറ്റിയത്? അത് ഈ ഭരിക്കുന്ന ആളുകൾ ഓർക്കേണ്ടേ? അതോ 2018 ആ മത്സ്യത്തൊഴിലാളികൾ കേരളത്തെ കരകയറ്റിയതിന്റെ ഒരു വൈരാഗ്യം തീർക്കുന്നതാണോ ഈ മന്ത്രിസഭ? ഒരേ ഒരു രമേശ് ചെന്നിത്തല എല്ലാ ഇടത്തും അദ്ദേഹത്തിന് തന്നെ ഓടിയെത്താൻ വേണ്ടി പറ്റുമോ? മുഖ്യമന്ത്രിയാണെങ്കിൽ ഉദ്ഘാടനങ്ങളുടെ തിരക്കിൽ, ബിസിനസ് ആളുകളുമായിട്ടുള്ള മീറ്റിങ്ങുകളുടെ തിരക്കിൽ, എങ്കിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെങ്കിലും അവിടെ പോകണ്ടേ? അവിടെ പോയിട്ട് ഈ രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കണ്ടേ? അവിടെ സ്റ്റേ ചെയ്യണ്ടേ? ഇതിനൊന്നും തയ്യാറാവാതെ വരുമ്പോഴത്തേക്ക് ഫിഷറീസ് വകുപ്പ് മന്ത്രി ശരിക്കും പറഞ്ഞാൽ രാജിവെച്ച് ഇറങ്ങിപ്പോവുകയാണ് വേണ്ടത്. ഈ മന്ത്രിസഭയിലെ ഒരംഗമായിട്ടുള്ള ഷിബു ബേബി ജോൺ തന്നെ പറഞ്ഞു, പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു. ഫിഷറീസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അറിവുള്ള, കൃത്യമായി ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഈ ഷിബു ബേബി ജോൺ എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഷിബു ബേബി ജോണിന് നൽകേണ്ട ഒരു വകുപ്പാണ് ഫിഷറീസ് വകുപ്പ് ഈ പറഞ്ഞ അബ്ദുൾ ഗഫൂറിന് നൽകിയിരിക്കുന്നത്. ഈ അബ്ദുൾ ഗഫൂർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മത്സ്യസമ്പത്തിനെ കൊള്ളയടിക്കുക, അല്ലെങ്കിൽ മത്സ്യസമ്പത്തിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾക്ക് ഒത്താശ ചെയ്യുക. വെറും കച്ചവട താല്പര്യം മാത്രമാണുള്ളത്. ഈ കടൽ എന്ന് പറയുന്നത് കടലിന്റെ മക്കളുടെയാണത്. അപ്പൊ അവർക്ക് വേണ്ടി നിലനിൽക്കാത്തൊരു മന്ത്രി എന്തിനാണ് സംസ്ഥാനത്ത്? ഇതുപോലത്തെ ഒരു മന്ത്രി ഈ കേരളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മലയാളികൾക്ക് നാണക്കേടല്ലേ? ഈ ഫിഷറീസ് വകുപ്പായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിസഭ രൂപീകരണ സമയത്ത് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അവിടെ ചില സാമുദായിക രാഷ്ട്രീയം പ്രശ്നമായി. ഇപ്പോൾ ഈ വിഷയത്തിലും ഫിഷറീസ് മന്ത്രി പോകാതെ മറ്റ് ചില മന്ത്രിമാരെ ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ അങ്ങോട്ട് വിട്ടതിലും ഇത്തരം ചില സാമുദായിക രാഷ്ട്രീയം ഉണ്ട് എന്ന ആരോപണങ്ങൾ. അത് ലാറ്റിൻ സഭയാണ് ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ ലാറ്റിൻ സഭയിലെ വൈദികരുമായിട്ട് സംസാരിച്ച് വൈദികരെല്ലാവരും ഇതിനെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നൊരു വലിയ ആഹ്വാനം നടത്തി. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ലാറ്റിൻ സഭാ നേതാക്കന്മാരോട്, അല്ലെങ്കിൽ ലാറ്റിൻ സഭയിലെ ബിഷപ്പുമാരോട്, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന വൈദികരോട് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ നിലനിൽക്കേണ്ടത് സർക്കാരിനൊപ്പമല്ല, നിങ്ങൾ നിലകൊള്ളേണ്ടത് അവിടെ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ്. ആ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിലനിന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അത് പരിഹരിക്കുന്നതിനുമാണ് നിങ്ങൾ മുൻതൂക്കം നൽകേണ്ടത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ഫോണിൽ ബന്ധപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ ശാന്തരായിരിക്കുവിൻ എന്ന് കുഞ്ഞാടുകളെ ഉപദേശിക്കുന്ന വൈദികരെ കേരളത്തിന് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമുണ്ടോ? നാളെ ഈ പറഞ്ഞ വൈദികർ ചോദ്യം ചെയ്യപ്പെടും. കാരണം ഇത് പുതുയുഗത്തിന്റെ രാഷ്ട്രീയമാണ്. ആ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ സംസാരിക്കുന്നത് കേട്ടില്ലേ? എത്ര ജ്ഞാനത്തോടു കൂടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്, എത്ര പക്വതയോടു കൂടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവരെ കേൾക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ തയ്യാറാവണം. അവർ നിർദ്ദേശിക്കും ഈ കടലോര മേഖലയിലെ, ഈ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന്. അല്ലെങ്കിൽ മണ്ണെണ്ണയ്ക്ക് ഞങ്ങൾ സബ്സിഡി തന്നില്ലേ, ഞങ്ങൾ വേറെ പല കാര്യങ്ങളും ചെയ്തില്ലേ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇവർക്ക് ഈ ഓഫ് സീസൺ വരുന്ന സമയത്ത് സർക്കാർ ഇവർക്ക് റേഷൻ സംവിധാനം ഏർപ്പെടുത്തണം. നമ്മുടെ സംസ്ഥാനത്തേക്ക് വിദേശ നാണ്യം എത്തിക്കുന്ന ഒരു തൊഴിൽ കൂടിയാണ് ഈ മത്സ്യബന്ധനം എന്ന് പറയുന്നത്. എത്ര ടൺ കണക്കിന് മത്സ്യമാണ് നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഒരുപാട് വലിയ രീതിയിൽ നമ്മൾ എക്സ്പോർട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്പോർട്ട് നടത്തി വലിയ രീതിയിൽ വിദേശ നാണ്യം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കണേ നമ്മൾ. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്യണ്ടേ? കുട്ടികൾ പറയുന്നത് എന്താണ്? ഓഖിയുടെ സമയം മുതൽ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ഇരു സർക്കാരുകളും ഇതിന് ഉത്തരവാദികളാണെന്നേ. നമ്മൾ പക്ഷം പിടിച്ചു നിൽക്കേണ്ടത് എവിടെയാണ്? നമ്മളൊരു പക്ഷത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ പക്ഷത്തായിരിക്കണം. ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ മത്സ്യത്തൊഴിലാളികളുടെ കൂടി വോട്ടാണ് ഇന്ന് UDF മന്ത്രിസഭ എന്നുള്ള കാര്യം ഓർക്കണം. ഞാൻ ആരുടെയും തിണ്ണനിറങ്ങാൻ പോവുകയില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ അവരെ വിളിച്ചില്ലേ, ലാറ്റിൻ സഭക്കാരെ വിളിച്ചില്ലേ? ഇന്നല്ല, കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നല്ലോ. വിളിച്ചതിന് ശേഷം അവരെ ആശ്വസിപ്പിച്ചല്ലോ. അതല്ല എങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് കേരളം ഭരിക്കുന്നത് ഇടത് സർക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ലാറ്റിൻ സഭ വൈദികരെല്ലാം റോഡിലുണ്ടാവും, സമരവുമായിട്ട് റോഡിലുണ്ടാവും. പക്ഷേ ഇന്ന് UDF ഭരിക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന, തങ്ങൾക്ക് അനുകൂലമായിട്ട് വെച്ചാൽ മത്സ്യത്തൊഴിലാളികൾക്കല്ല, ഈ ലാറ്റിൻ സഭയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകൾ ഭരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരും സമരം ചെയ്യരുത്. ആ വൈദികനെ പോലും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. അല്ല, തങ്ങൾക്കൊരു മന്ത്രിയെ തരാം എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഞങ്ങളുടെ വോട്ട് വാങ്ങിയെന്ന് 2-2.5 മാസം മുന്നേ ഇവർ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഒരു പക്ഷേ എം വിൻസെന്റിനെ മന്ത്രിയാക്കാമായിരുന്നു. എം വിൻസെന്റിനെ മന്ത്രിയാക്കിയില്ല. ഷിബു ബേബി ജോൺ വേണമെങ്കിൽ ഈ വകുപ്പ് കൊടുക്കാമായിരുന്നു, അത് കൊടുത്തില്ല. ഇത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. യാതൊരുവിധ ധാരണയും ഇല്ലാത്ത ഒരാള് കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാക്കിയിട്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തോട് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പാതകമാണത്. ഈ ഫിഷറീസ് വകുപ്പ് ഏറ്റെടുത്തതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ചൊന്നും ഈ സമയത്ത് പറയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് പറയാം. ഞാൻ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാവണം. ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ പറയുകയാണ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി, ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇതുമായി ഈ മേഖലയിലെ വിദഗ്ധരുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് ഫിഷർമാൻമാരുമായിട്ട് തന്നെ, ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ കേട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത്. അവർ തന്നെ അവരുടെ പ്രശ്നത്തിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കും. അത് വിദഗ്ധ ഉപദേശം തേടിയതിനു ശേഷം അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഈ മന്ത്രിസഭ ചെയ്യേണ്ടത്. മറിച്ച് ഈ മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ പുറത്തു വന്ന് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവരെ അപമാനിക്കുന്ന രീതിയിൽ, അവരെ അവഹേളിക്കുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ കമന്റോളികൾ വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് നേരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറാകണമെന്നേ. ഇന്ന് രമേശ് ചെന്നിത്തല ഒരു പിതാവിന്റെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ആ 2 മക്കളെ ആശ്വസിപ്പിച്ചത്. അവരുടെ പിതാവ് കടലിലാണ്.
തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ആശ്വാസവാക്കുമായിട്ട് ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രിയെങ്കിലും അവിടെ ചെല്ലണ്ടേ? ആ പെൺകുട്ടി പറയുന്നത് എന്താണ്? ഞാൻ മുഖ്യമന്ത്രിയെ ഫോണിൽ സംസാരിച്ചു, പക്ഷെ പ്രശ്നങ്ങൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയുടെ അടുക്കൽ പരാതി പറയേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫിഷറീസ് വകുപ്പ് മന്ത്രിയെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇതുപോലുള്ള ഒരു ഫിഷറീസ് വകുപ്പ് മന്ത്രി വേണോ വേണ്ടയോ എന്നുള്ള കാര്യം വി ഡി സതീശൻ എന്ന വളരെ ബുദ്ധിമാനായിട്ടുള്ള അറിവുള്ള ഒരു മുഖ്യമന്ത്രി തീരുമാനമെടുക്കണം. ഞാൻ പറഞ്ഞ രാജി എഴുതി വാങ്ങിക്കുകയാണ് വേണ്ടത്. മുസ്ലിം ലീഗും ചെയ്യേണ്ട കാര്യം അതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഈ വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് നോക്കാതെ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വലത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകാരും കുറച്ചുകൂടി ഒന്ന് അടങ്ങേണ്ട ഒരു ആവശ്യമില്ല. അല്ല, വലത് പക്ഷെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ ഇതെല്ലാം പെയ്ഡ് വർക്കുകളാണ്. ഇതെല്ലാം പെയ്ഡ് വർക്കുകളാണ്. ആ പെൺകുട്ടീനെയൊക്കെ അവഹേളിച്ച സ്ക്രീൻഷോട്ടുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇഷ്ടം പോലെ ഉണ്ടെന്നേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർ വിചാരിക്കുന്ന മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനമാണ് എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, കാലം മാറി, ഒരുപാട് മാറി. പുതുയുഗത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് പൊളിറ്റിക്സ് ആണ്. അവരെ സംബന്ധിച്ച് ഒരു കൊടിയുടെ നിറവും അവർക്ക് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ച് അവരെ ദൈനംദിനം ബാധിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുകയും അത് പരിഹരിക്കുകയും ചെയ്യാത്ത ഒരു ഗവൺമെന്റിനെ അവരെടുത്ത് അറബിക്കടലിൽ എറിയും. അതിനൊന്നും ഒരു സംശയവും വേണ്ട. പഴയകാല രാഷ്ട്രീയത്തിന്റെ ആ ഒരു ചിന്തയുമായിട്ടൊക്കെയാണ് ആളുകൾ വീണ്ടും സമീപിക്കാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ നാടകവുമായിട്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്ക് ചെല്ലുന്നതെങ്കിൽ ഒരു കാര്യം ഓർത്തു വെക്കുക, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. അവർ നിങ്ങൾക്ക് നേരെ കൈവിരൽ ചൂണ്ടി തന്നെ ചോദിക്കും ഓരോ കാര്യങ്ങൾ. ഇന്ന് തന്നെ ആ 2 കുട്ടികൾ സംസാരിക്കുന്ന ഭാഷ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, എത്ര ഭംഗിയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അതുപോലെ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് നേരെ നിങ്ങൾ ഈ പറയുന്ന കമന്റോളുകളെ കൊണ്ട് കമന്റ് ഇടിപ്പിച്ച് അവസാനിപ്പിച്ച് കളയാമെന്ന് കരുതി കഴിഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു മറ്റൊരു CJP സമരം പോലെ കേരളത്തിൽ ഉയർന്നു വരും. ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന ഒരു പുതിയ തലമുറ ഈ കേരളത്തിലുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഇവർ ഈ കച്ചവടവുമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നോക്കണം. 10 വർഷക്കാലത്തെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് അത് ചെയ്തില്ലേ, നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് 148 പേര് കടലിൽ കാണാതായില്ലേ എന്നുള്ളൊരു ചോദ്യമല്ല സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത്. മറിച്ച് സൊല്യൂഷൻസ് ആണ്, എക്സിക്യൂഷൻസ് ആണ്. അത് ചെയ്യാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടത് എന്ന് മാത്രമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഇവിടെ നടത്താറുള്ളൂ. അതല്ല എങ്കിൽ മറിച്ച് ചിന്തിക്കുന്ന കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് കൃത്യമായ ധാരണയുണ്ട് ഇവിടുത്തെ പൊളിറ്റിക്സ് എന്തായിരിക്കണമെന്നും ഇവിടുത്തെ ഭരണാധികാരി എന്തായിരിക്കണമെന്നും. ആ ഒരു ചിന്തയിൽ നിന്നുമാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. ആ മുഖ്യമന്ത്രി ആ ട്രാക്കിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുതിയ യുഗത്തിന്റെ പുതിയ യുവാക്കൾ അല്ലെങ്കിൽ ജെൻസി തലമുറ ഈ മുഖ്യമന്ത്രിയെയും എന്ത് ചെയ്യുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.